അടുത്ത പാഠം ഫി യൗമിൽ ഈദി, പെരുന്നാൾ ദിവസം. കഴിഞ്ഞ പാഠത്തിൽ പറഞ്ഞിരുന്നു പിറ്റേന്ന് പെരുന്നാളാണ് എന്നല്ലേ. അങ്ങനെ പെരുന്നാൾ ദിവസം വന്നു. പെരുന്നാൾ എന്നുള്ളതിന് അറബിയിൽ എന്താ പറയുക? ഈദ്. യൗമുൽ ഈദ്, പെരുന്നാൾ ദിവസം. പെരുന്നാൾ ദിവസത്തിൽ സാലിമും ഉപ്പയും ഉമ്മയും കൂടെ എങ്ങോട്ടാണ് പോയത് എന്ന് നമുക്ക് നോക്കാം. ആദ്യം പെരുന്നാൾ ദിവസം രാവിലെ എന്ത് ചെയ്തു? സാലിം നേരത്തെ എഴുന്നേറ്റു. ഇവിടെ വായിച്ചു നോക്കൂ. കാമ സാലിമുൻ മിനന്നൗമി മുബക്കിറൻ. സാലിം ഉറക്കിൽ നിന്നും നേരത്തെ എഴുന്നേറ്റു. പെരുന്നാൾ ദിവസം നമ്മൾ നേരത്തെ എഴുന്നേൽക്കുമല്ലോ. അങ്ങനെ കാമ സാലിമുൻ, സാലിം എഴുന്നേറ്റു. മിനന്നൗമി, ഉറക്കിൽ നിന്നും. മുബക്കിറൻ, നേരത്തെ. ലബിസൽ മലാബിസൽ ജദീദത്ത, എന്നിട്ടവൻ പുതിയ വസ്ത്രങ്ങൾ ധരിച്ചു. ലബിസ, അവൻ ധരിച്ചു. അൽ മലാബിസ, വസ്ത്രങ്ങൾ. അൽ ജദീദത്ത, പുതിയ വസ്ത്രങ്ങൾ ധരിച്ചു. വദഹബ മഅ ഉസ്രതിഹി ഇല ബൈത്തി ഖാലിഹി, എന്നിട്ട് തൻ്റെ കുടുംബത്തോടൊപ്പം അമ്മാവൻ്റെ വീട്ടിലേക്ക് പോയി. ദഹബ, അവൻ പോയി. ആര് പോയി? സാലിമ് പോയി. മഅ ഉസ്രതിഹി, കുടുംബത്തോടൊപ്പം. അതായത് ഉമ്മയുടെയും ഉപ്പയുടെയും കൂടെ സാലിമ് പോയി. എങ്ങോട്ടൊക്കെ പോയത്? ഇല ബൈത്തി ഖാലിഹി, തൻ്റെ അമ്മാവൻ്റെ വീട്ടിലേക്ക്. സാലിം അമ്മാവൻ്റെ വീട്ടിലേക്ക് പോയി, ഉപ്പയുടെയും ഉമ്മയുടെയും കൂടെ. ആരാണ് അമ്മാവൻ? ഉമ്മയുടെ സഹോദരൻ. സാലിമിൻ്റെ ഉമ്മയുടെ സഹോദരൻ്റെ വീട്ടിലേക്കാണ് പോയത്. ഉമ്മയുടെ സഹോദരന് അറബിയിൽ എന്താണ് പറയുക? ഖാലുൻ. ഖാല്, ഉമ്മയുടെ സഹോദരൻ. അങ്ങനെ ഖാലിൻ്റെ വീട്ടിലേക്ക് പോയി. നമ്മൾ പെരുന്നാൾക്ക് കുടുംബത്തിലേക്ക് പോകും അല്ലേ? അങ്ങനെ പോയതാണ് സാലിമും കുടുംബവും. സാലിമിൻ്റെ അനിയത്തിയും ഉപ്പയും ഉമ്മയും കൂടിയാണ് പോയത്. അങ്ങനെ അവർ ഖാലിൻ്റെ വീട്ടിലെത്തി, അമ്മാവൻ്റെ വീട്ടിൽ എത്തി. അമ്മാവനും അമ്മാവൻ്റെ ഭാര്യയും കൂടി ഇവരെ സ്വീകരിക്കുകയാണ് അല്ലേ, വരൂ വരൂ എന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെ സാലിമിൻ്റെ ഉപ്പ ഹാമിദ് അല്ലേ, സാലിമിൻ്റെ ഉപ്പേരാണ് ഹാമിദാണ്. ഹാമിദ് അവരോട് സലാം പറഞ്ഞു. എന്താണ് പറഞ്ഞത്? അസ്സലാമു അലൈക്കും. അപ്പോൾ അവര് മറുപടി പറഞ്ഞു. എന്ത്? വ അലൈക്കുമുസ്സലാം. മർഹബൻ മർഹബൻ, സ്വാഗതം സ്വാഗതം. മർഹബൻ എന്ന് പറയും. നമ്മുടെ വീട്ടിലേക്ക് ആരെങ്കിലും വരുമ്പോൾ നമ്മൾ എന്ത് പറയണം? മർഹബൻ എന്ന് പറയണം. സ്വാഗതം, വരൂ വരൂ അല്ലേ നമ്മൾ പറയില്ലേ? വാ വാ, വരൂ, വന്നിരിക്കൂ എന്ന് പറയും. അതിനാണ് അറബിയിൽ മർഹബൻ എന്ന് പറയുന്നത്. സ്വാഗതം, വരൂ. അങ്ങനെ അവര് ഇവരെ വീട്ടിലേക്ക് ക്ഷണിച്ചു, ഉള്ളിൽ കയറ്റിയിരുത്തി. എന്നിട്ട് വിശേഷങ്ങൾ ചോദിക്കുകയാണ്. കൈഫൽ ഹാൽ, എന്താണ് ചോദിക്കുന്നത്? കൈഫൽ ഹാൽ, എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ സാലിമിൻ്റെ ഉമ്മ പറയുന്നു, സൈൻ അൽഹംദുലില്ലാ, സുഖം തന്നെ അല്ലേ. കൈഫൽ ഹാൽ, എന്തൊക്കെയുണ്ട് വിശേഷം? ഹൗ ആർ യു? അപ്പോൾ സാലിമിൻ്റെ ഉമ്മ പറയുന്നു, സൈൻ അൽഹംദുലില്ലാ, സുഖം തന്നെ, ഫൈൻ ഫൈൻ അല്ലേ. അങ്ങനെ പറഞ്ഞു. അങ്ങനെ അവർ വീട്ടിൽ കയറി കുറേ നേരം സംസാരിക്കുകയൊക്കെ ചെയ്തു. വിശേഷങ്ങളൊക്കെ പരസ്പരം പറഞ്ഞു. പിന്നെ എന്ത് ചെയ്യും? പെരുന്നാൾക്ക് കാര്യമായിട്ട് എന്താണ് ചെയ്യുക? നല്ല ഭക്ഷണം ഒരുക്കിയിട്ടുണ്ടാകും അല്ലേ, ആ ഭക്ഷണങ്ങൾ കഴിക്കും. അങ്ങനെ എല്ലാവരും കൂടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഡൈനിങ് ടേബിളിന് ചുറ്റും ഇരുന്നു. ജലസു, അവിടെ വായിച്ചു നോക്കൂ. ജലസു ഹൗലൽ മാഇദ, അവർ ഡൈനിങ് ടേബിളിന് ചുറ്റും ഇരുന്നു. ജലസു, അവരിരുന്നു. ഹൗലൽ മാഇദ, മാഇദത്തിന് ചുറ്റും. എന്താണ് മാഇദ? മാഇദ എന്ന് പറഞ്ഞാൽ ഡൈനിങ് ടേബിൾ, ഭക്ഷണം കഴിക്കുന്ന ടേബിൾ. അതിനാണ് മാഇദ എന്ന് പറയുന്നത്. എല്ലാവരും മാഇദത്തിന് ചുറ്റും ഇരുന്നു അല്ലേ. എന്നിട്ട് ഭക്ഷണം കഴിക്കുകയാണ്. സാലിമിൻ്റെ അനിയത്തി, സാലിമിൻ്റെ ഉപ്പയുണ്ട്, അമ്മാവരുണ്ട്, ഉമ്മയുണ്ട്, എല്ലാവരും ഉണ്ട്. എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത് ഇവർക്ക് കഴിക്കാൻ? ഒരു പാത്രത്തിൽ ചോറുണ്ട് അല്ലേ. പിന്നെ ഫ്രൂട്ട്സ് ആണുള്ളത്. പപ്പായ, ഇത് ഈത്തപ്പഴമാണ്, ഈത്തപ്പഴം. പിന്നെ കൈതച്ചക്ക, പൈനാപ്പിൾ അല്ലേ. പിന്നെ റുമ്മാന്, ആപ്പിൾ. ഇതൊക്കെയാണ് അവർ കഴിച്ചത്. ഓക്കെ. ജലസു ഹൗലൽ മാഇദ, അവർ ടേബിളിന് ചുറ്റും ഇരുന്നു. എന്നിട്ടോ അക്കലു അറുസ, അവർ ചോറ് കഴിച്ചു. അക്കലു, അവർ കഴിച്ചു, അവർ തിന്നു. അറുസ, ചോറ്. ചോറിന് എന്താ പറയുക? റുസുൻ, ചോറ്. ഓക്കെ. പിന്നെ എന്തൊക്കെ തിന്നു എന്നാണ് ഇവിടെ എഴുതേണ്ടത്. പിന്നെ എന്ത് തിന്നു? അക്കലു അത്തുഫാഹ, അവര് ആപ്പിൾ തിന്നു.
അക്കലു അവര് തിന്നു അത്തുഫാഹ ആപ്പിൾ. പിന്നെ എന്തൊക്കെ തിന്നു എന്ന് നമ്മൾ ഇവിടെ എഴുതി ചേർക്കണം. അക്കലു അൽ അനാനാസ അവർ പൈനാപ്പിൾ തിന്നു. അനാനാസ് പൈനാപ്പിൾ. പിന്നെയോ അക്കലു റുമ്മാന അവർ റുമ്മാൻ തിന്നു. എന്താ റുമ്മാൻ? അനാർ, പോങ്ഗ്രനേറ്റ് അല്ലേ, അത് തിന്നു. പിന്നെയോ ഇനി നമ്മൾ അക്കലു എന്നും അവിടെ എഴുതണം. എന്നിട്ട് എന്താണോ തിന്നത് അതും കൂടെ എഴുതണം. അക്കലു അത്തമ്ര അവര് തമ്രും തിന്നു അല്ലേ, തമ്ര് ഈത്തപ്പഴം. അക്കലു അത്തമ്ര അവർ ഈത്തപ്പഴം തിന്നു. പിന്നെ അക്കലു അൽ ബാബായ തിന്നു, മീൻസ് പപ്പായ അല്ലെ, പപ്പായ തിന്നു. അക്കലു അവര് തിന്നു അൽ ബാബായ പപ്പായ തിന്നു. അങ്ങനെ എല്ലാം എഴുതുക. പപ്പായയും തമ്രും പിന്നെ അനാനാസും റുമ്മാനും എല്ലാം കഴിച്ചു. ഇനി അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു. അവരെന്ത് ചെയ്തു? വീട്ടിന് പുറത്തിറങ്ങി ഒരു സെൽഫി എടുത്തു അല്ലേ. അമ്മാവൻ്റെ ഫോണിലൊരു സെൽഫി എടുത്തു. അമ്മാവൻ്റെ അല്ല, സാലിമിൻ്റെ ഉപ്പയുടെ അല്ലേ, ഹാമിദിൻ്റെ ഫോണിലാണ് എടുക്കുന്നത്. എല്ലാവരും കൂടെ സെൽഫി എടുത്തു. സെൽഫി എടുത്തിട്ട് എന്ത് ചെയ്തു എന്നറിയോ? അർസല സാലിമുൻ അസൂറത്ത ഇലാ സുദിയഖിഹി. സാലിം ആ ഫോട്ടോ തൻ്റെ കൂട്ടുകാരന് അയച്ചു കൊടുത്തു. അർസല എന്ന് പറഞ്ഞാൽ അയച്ചു. സൂറത്ത്, ഫോട്ടോയ്ക്ക് എന്താ പറയാ? സൂറത്ത് ആർക്ക് അയച്ചു കൊടുത്തത്? ഇലാ സ്വദീഖിഹി, സ്വദീഖിന് അയച്ചു കൊടുത്തു. ആരാ സ്വദീഖ് എന്ന് പറഞ്ഞാൽ കൂട്ടുകാരൻ അല്ലേ. കൂട്ടുകാരന് സാലിം ആ സെൽഫി അയച്ചു കൊടുത്തു. അങ്ങനെ കൂട്ടുകാരിതാ നോക്കുന്നു. സാലിം അയച്ചു കൊടുത്ത ഫോട്ടോ നോക്കുന്ന കൂട്ടുകാരാണിത്. കണ്ടോ? ആ ഫോട്ടോ നോക്കുകയാണ്. എന്നിട്ട് അവർ പറയുന്നത് മാഷാ അള്ളാഹ് അല്ലേ. നല്ലൊരു കാര്യം നമ്മൾ കണ്ടാൽ മാഷാ അള്ളാഹ് എന്ന് പറയും. അള്ളാഹു ഉദ്ദേശിച്ചതാണിത്, അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരം നടന്ന കാര്യമാണ് എന്ന അർത്ഥത്തിലാണ് നമ്മൾ മാഷാ അള്ളാഹ് എന്ന് പറയുന്നത്. സന്തോഷകരമായ കാര്യം വരുമ്പോൾ അങ്ങനെ പറയും. ഇനി ഇവിടെ ഒരു പാട്ട് കൊടുത്തിട്ടുണ്ട്. സല്ലിം ഖലീലിയ ഖൗലൽ അമാൻ ഇൻദൽ ലിഖാഇ കുല്ലൽ അവാൻ ഫളലുൽ അനാമി ഫി കുല്ലി ആൻ ഐശുൻ ബിവുദ്ദിൻ തൂല സമാൻ കല്ലിം റുവൈദൻ ദൂനൽ ഹവാൻ വകുൻ ഹബീബൻ ലികുല്ലിദാൻ. അങ്ങനെയാണ് ആ പാട്ട്. ഇത് നിങ്ങൾ ഈണത്തിൽ പാടി നോക്കുക. സംസാരിക്കുമ്പോൾ നന്നായി നല്ല രൂപത്തിൽ ആളുകളോട് സംസാരിക്കണം അല്ലേ. നല്ല സ്നേഹത്തിലും നല്ല സംസാരത്തിലും ആളുകളോട് പെരുമാറണം എന്നാണ് ആ പാട്ടിൽ പറയുന്നത്. ഇനി ഇവിടെ എണ്ണമാണ് കൊടുത്തിരിക്കുന്നത്. എണ്ണം നിങ്ങൾക്കറിയാം അല്ലേ. ഇവിടെ വായിച്ചു നോക്കൂ. എണ്ണം എഴുതിയിട്ടുണ്ട്. വാഹിദ്, ഇസ്നാനി. വാഹിദ് എന്നാൽ ഒന്ന്, ഇസ്നാനി രണ്ട്, സലാസ മൂന്ന്, അർബ നാല്, ഹംസ അഞ്ച്, സിത്ത ആറ്, സബ ഏഴ്, സമാനിയ എട്ട്, തിസ്അ ഒമ്പത്, അശറ 10. ഇനി ഇവിടെ എന്ത് ചെയ്യണം? ഈ നമ്പറുകൾ ക്രമം തെറ്റിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വാഹിദിന്റെ നേരെയുള്ള നമ്പർ നോക്കൂ, 8ആണുള്ളത് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ യോജിപ്പിക്കണം. അതെങ്ങനെ യോജിപ്പിക്കാം? ഇതുപോലെ യോജിപ്പിക്കാം. ഇങ്ങനെ അത് നേരെ വരക്കുക, ഓരോന്നിൻ്റെയും നേരെ വരക്കുക. ഇനി ഇവിടെ നുലവിനു, നഖറഉ വനുലവിനു, നമുക്ക് വായിക്കാം, നിറം കൊടുക്കാം. ഇവിടെ വായിക്കണം, എന്നിട്ട് ഏത് നിറമാണോ ഉള്ളത് ആ നിറം നൽകണം. ഒരു കുടയാണിത് അല്ലേ, ശംസിയത്ത് കുട. ആ കുടയുടെ ഓരോ കള്ളിയിലും ഓരോ നിറം നൽകണം. ഒന്നാമത്തെ കള്ളിയിൽ മഞ്ഞ നിറം നൽകിയത് കാണുന്നുണ്ട്. അതെന്താണ് മഞ്ഞ നിറം കൊടുത്തത്? കാരണം അവിടെ അസ്ഫർ എന്ന് എഴുതിയിട്ടുണ്ട്. രണ്ടാമത്തെ കള്ളിയിലോ അഹ്ലർ എന്നാണ് കാണുന്നത്. അപ്പോൾ ആ കള്ളിയിൽ എന്ത് നിറം കൊടുക്കണം? പച്ച. മൂന്നാമത്തേത് അബിയൽ, അവിടെ ഒന്നും നൽകേണ്ടതില്ല, കാരണം അബിയൽ വെളുപ്പാണ്, വെളുത്ത നിറത്തിലാണ് അതുള്ളത്. പിന്നെ അസ്വദ് കറുപ്പ്, അവിടെ കറുപ്പ് നൽകുക. അസ്റഖ്, എന്താ അസ്റഖ്? ബ്ലൂ, നീല. പിന്നെ അഹ്മർ റെഡ്, ചുവപ്പ്. അങ്ങനെ നിറങ്ങൾ അവിടെ നൽകുക. അപ്പോൾ നല്ല ഭംഗിയുള്ള കുട ലഭിക്കും. ഇനി മറ്റൊരു സംഭവം ഇവിടെയുണ്ട്. ഒളിഞ്ഞിരിക്കുന്ന ആളെ കണ്ടുപിടിക്കണം. നമുക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലേ ആരാണെന്ന്. ഇത് ആരാണെന്ന് ശരിക്കും മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ? ഈ അലിഫ് ബ എന്ന
അക്ഷരങ്ങൾ കാണുന്നുണ്ടല്ലേ, അതിനെ യോജിപ്പിക്കണം. ആദ്യം അലിഫിൽ നിന്നും തുടങ്ങണം. ഇവിടെയാണ് അലിഫുള്ളത്. അലിഫിന്റെ തൊട്ടടുത്തൊരു ചെറിയൊരു വട്ടം കാണുന്നുണ്ടല്ലോ, അതിൽ നിന്നും തുടങ്ങുക. എന്നിട്ട് അതിൽ നിന്നും വരച്ച് എവിടെ വരക്കണം? ബാഇന്റെ അടിയിലുള്ള വട്ടത്തിലേക്ക് വരക്കണം. അവിടെ നിന്നും താഇനടിയിൽ കാണുന്ന വട്ടത്തിലേക്ക് വരക്കുക. അവിടെ നിന്നും സാഇന്റെ വട്ടത്തിലേക്ക് വരക്കുക. അങ്ങനെ ഓരോ വട്ടങ്ങളും യോജിപ്പിക്കുക. അലിഫ്, ബാ, താ, സാ, ജീം, ഹ, ഹാ, ദാല് ഇത് ഇവിടെ ഉണ്ടല്ലേ. ദാല്, ദാല്, റാ, സായി, സീന്, ഷീന്, സ്വാദ്, ളാദ്, ത്വാ, ലാ, ഐന്, ഐന്, ഗൈന്, ഫാ, ഖാഫ്, കാഫ്, ലാം, മീം, നൂന്, ഹാ, വാവ്, യാ. ഇങ്ങനെയാണ് യോജിപ്പിക്കേണ്ടത്. അങ്ങനെ യോജിപ്പിച്ചാൽ ആരെ കിട്ടും? ഫറാശത്തിനെ കിട്ടും അല്ലേ. ഫറാശത്ത് പൂമ്പാറ്റ, ഒരു പൂമ്പാറ്റയെ നമുക്ക് കിട്ടും. പിന്നെ ഇനി ഇവിടെ അൽ മുഅ്ജം, നമ്മൾ പഠിച്ച വാക്കുകളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് വായിച്ചു നോക്കാം. ഹംസ, ആദ്യം ഹംസയാണല്ലേ. ആ എന്ന് വായിക്കാൻ വേണ്ടി നമ്മൾ ഹംസയാണ് ഇടുന്നത്. അലിഫിന്റെ മേലെ ഹംസ ഇട്ടുകൊണ്ടാണ് വായിക്കുക. ആ. അസദുൻ, സിംഹം അല്ലേ. പിന്നെ ബായിനെ കൊണ്ട് ബൈത്തുൻ, തമ്രുൻ, ഈത്തപ്പഴം, സാലബുൻ, കുറുക്കൻ, ജവ്വാലുൻ, ഹമാമത്തുൻ, പ്രാവ്, ഖിയാറുൻ, കക്കിരി, ദീക്കുൻ, ദുറത്തുൻ. എന്താണ് ദുറത്ത്? ചോളം, റുമാൻ, പോംഗ്രനേറ്റ്, ഉറുമാൻ പഴം, സറാഫ, സമക്ക്, അതൊക്കെ നമുക്കറിയുന്നതാണ്. ഷജറത്ത്, സൂസ്, സൂസ് ആരാണ്? കോഴിക്കുഞ്ഞ് അല്ലേ. ലഫ്ദ, തവള, തൊയ്യാറത്ത്, പിന്നെ ലബിയുൻ, മാന്, ഇനബുൻ, മുന്തിരി, ഖുറാബുൻ, കാക്ക, ഫീലുൻ, കലമുൻ, കൽബുൻ, നായ, ലുഅബത്തുൻ, കളിപ്പാട്ടം, മൗസുൻ, നമിറുൻ, അരനമിറുൻ, പുലി, ഹദിയത്തുൻ, സമ്മാനം, വർദ്ധത്തുൻ, പനിനീർപ്പൂവ്, യാസൂബുൻ, തുമ്പി. ഇത്രയും വാക്കുകൾ, ഇതൊക്കെ കാണാതെ പഠിക്കണം ഓരോ വാക്കും. ഇനി ഇവിടെ അറബിയിലെ അക്ഷരമാല കൊടുത്തിട്ടുണ്ട്. പറഞ്ഞു നോക്കൂ. അലിഫ്, ബ, ത, സ, ജീം, ഹ, ഖ, ദാല്, ദാല്, റാ, സായി, സായി എന്നാണ് പറയേണ്ടത്. സീന്, ഷീന്, സ്വാദ്, ളാദ്, ത്വാ, ലാ, ഐന്, ഗൈന്, ഫാ, ഖാഫ്, കാഫ്, ലാം, മീം, നൂന്, ഹാ, വാവ്, യാ. ഇത്രയുമാണ് അറബിയിലെ അക്ഷരങ്ങൾ. ഈ 28 അക്ഷരങ്ങളും 28 എണ്ണമാണുള്ളത്. ഇത് മുഴുവൻ വായിക്കാനും എഴുതാനും പഠിക്കണം. കൂട്ടി എഴുതുന്നത് എങ്ങനെയാണെന്നൊക്കെ നമ്മൾ പാഠങ്ങളിൽ പഠിച്ചു കഴിഞ്ഞു. ഇതാണ് ഹംസ. ആ എന്ന് പറയാൻ ഈ ഹംസ ചേർക്കണം. അലിഫിന്റെ മേലെയും ചേർക്കാം, ചില സമയത്ത് വാവിന്റെ മേലെയും, മറ്റു ചില സമയങ്ങളിൽ യാഇന്റെ മേലെയും ഇത് ചേർക്കും. ഇനിയോ മറ്റു ചിലപ്പോൾ ഒന്നിൻ്റെയും മേലെയല്ലാതെ ഒറ്റക്കും എഴുതും. ഉദാഹരണത്തിന് മാ ഉൻ, വെള്ളം എന്നെഴുതുമ്പോൾ ഈ ഹംസ മാത്രമേ ഇടുകയുള്ളൂ. അലിഫും വാവും യാവും ഒന്നും ഉണ്ടാവുകയില്ല. ഓക്കെ, ഇതോടെ നമ്മുടെ 1ാം ക്ലാസ്സിലെ മുഴുവൻ പാഠങ്ങളും കഴിഞ്ഞു. നന്നായി പഠിക്കുക.